അതെന്നായിരിക്കും അങ്ങനെ? ഒരുപാട് പേര് പറഞ്ഞു കരയണ്ടെന്ന്. ഒരുപാട് പേര് പറഞ്ഞു വിഷമിക്കണ്ടെന്ന്. എന്തിന്? കർത്താവ് പോലും നിങ്ങളോട് പറഞ്ഞു വിഷമിക്കണ്ട, കരയണ്ട. പക്ഷെ ആരൊക്കെ പറഞ്ഞിട്ടും ആരൊക്കെ ആശ്വസിപ്പിച്ചിട്ടും നിങ്ങളുടെ ഉള്ളിലെ ആ പെയിൻ മാറുന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? കാരണം മറ്റൊന്നുമല്ല, അത്ര ഡീപ്പായ പെയിനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. പ്രിയരെ, ആരൊക്കെ കരയണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വേദന അതിതുവരെ മാറിയിട്ടില്ല. അതിലേറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാകുന്നത് ആരോടും അത് ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല. ചിലപ്പോൾ ആരോടെങ്കിലും ഷെയർ ചെയ്താൽ കേൾക്കും, പക്ഷെ അവർ മനസ്സിലാക്കുന്നത് മറ്റു രീതിയിലായിരിക്കും. തെറ്റിദ്ധരിക്കപ്പെടും. ഇത്ര ഡീപ്പായ പെയിനിൽ കിടക്കുന്ന, പെയിൻ അനുഭവിക്കുന്ന, ആ വേദന ഉള്ളിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കുന്ന, മറ്റുള്ളവരെ കരുതുന്ന, കെയർ ചെയ്യുന്ന നിങ്ങളോട് ഞാനൊരു വാക്ക് പറയാം. എന്താണ് നമ്മുടെ ലൈഫിൽ, നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ, യേശു കർത്താവ് വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എന്തായിരിക്കും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? നിങ്ങൾ ഒത്തിരി പ്രയോറിറ്റി കൊടുത്ത, എന്നും നിങ്ങളുടെ ലൈഫിൽ കൂടെ കാണുമെന്ന് ചിന്തിച്ച, അല്ലെങ്കിൽ കൂടെയുള്ള ആ ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്നുണ്ടായ പെയിൻ, ആ വ്യക്തി നൽകിയ വേദന അത്ര ഡീപ്പാണത്. അവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം, അവർക്ക് വേണ്ടി ഇവൻ നിങ്ങളുടെ ഫാമിലിയെ പോലും ശ്രദ്ധിക്കാതെ ഒരുപക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി നിന്ന് കാണും. പക്ഷേ ആ പെയിനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ എന്നും കൂടെ കാണുമെന്ന് പറഞ്ഞവരൊന്നും കാണുകയില്ല. പ്രതീക്ഷിക്കാത്തതൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ, ഒരുപക്ഷെ ആ റിലേഷൻഷിപ്പ് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, മറ്റെന്തിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെട്ട, സ്നേഹിച്ച ആ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ പെയിനാക്കിയ, മുറിവേൽപ്പിച്ച ആ ഒരു വിഷയത്തിൻ്റെ പെയിൻ ഇതുവരെ മാറിയിട്ടല്ലേ? എന്തായിരിക്കും കരയണ്ട എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടും, വിഷമിക്കണ്ട എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടും ആ പെയിൻ ഇങ്ങനെ വീണ്ടും വീണ്ടും കയറി വരുന്നത്? എന്തായിരിക്കും? ചിന്തിക്കുക. ഞാൻ നിങ്ങളോടൊരു ദൈവശബ്ദം പറയാം. ദൈവം ഒന്ന് നമ്മളെ പഠിപ്പിക്കുന്നു.